ചായ കുടിക്കാനാ പറഞ്ഞു. അപ്പൊ സെറ്റ് ചായ ചായ ഭയങ്കര ടേസ്റ്റ് ആണ്, അത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, ചായ കുടിക്കാൻ. അപ്പൊ അത് ഭയങ്കര പുഷ് ചെയ്യേണ്ട ഒരു സാധനമായിട്ടാണ് പിടിച്ചേക്കുന്നത്. ഞാൻ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ജൂഡ് ആന്റണി ജോസഫ് എന്ന ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് എനിക്ക് ക്യാമറയുടെ മുന്നിലേക്ക് അഭിനയിച്ചാൽ ഇങ്ങനെയാണ്, ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നുണ്ട്, ഇതൊരു പ്രത്യേക ഒരു മാജിക്കൽ ഫീലിംഗ് ആണെന്നൊക്കെ മനസ്സിലാവുന്ന അപ്പോഴാണ്. വിനീത് ശ്രീനിവാസൻ സാറിന്റെ ഒരു ഓഡിഷന് പോയിട്ടുണ്ട് തട്ടത്ത് എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാടക ക്യാമ്പിൽ നിന്ന് 3 പേര് അതിന് പോയത്. അതിൽ 2 പേര് അതിൽ അഭിനയിച്ചേക്കുന്നത്. അതിൽ 3ാമനാണ് ഞാൻ. 2 പേര് ജയസൂര്യ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഞാനന്ന് പോയപ്പോൾ ഞാൻ അഭിനയിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വെച്ച് കൂടിപ്പോയോ എന്നുള്ളത്. ഞാനത് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷെ എൻ്റെ അച്ഛൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കുറച്ചുകൂടെ അഭിനയം പഠിക്കാനുണ്ട് മതി എന്ന് പറഞ്ഞു. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇനി പോസ്റ്റിൽ നോക്കാമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഫോട്ടോഷൂട്ടിൽ നമ്മൾ പല അസറ്റ്സ് എടുക്കാതെ വിടുകയും നമ്മൾ പിന്നെ നോക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രോസസ്സിൽ ഇരുന്ന് എഡിറ്റിങ്ങിൽ സമയം പോകുമ്പോൾ അത്രയും വീക്കാവുക പോസ്റ്റർ, നമ്മളും മെന്റലി വീക്കാവും, പുതുമയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ അത് പ്രീ പ്ലാൻഡ് ആണ്. ആ ഷൂട്ടിലെ ഫുൾ ഒരു 90% തീർക്കാൻ പറ്റിയ സുഖം. സോ ഞാൻ പറയുന്നത് ടാസ്ക് ആവേണ്ടത് ആദ്യത്തെ പാർട്ടാണ്. ഈ ഒരു ജേണി നോക്കുകയാണെങ്കിൽ നിങ്ങൾ കൊറോണ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇത്രയും വലിയ വലിയ സിനിമകൾ, ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് ആയാലും ഇങ്ങനെ ഒരുപാട് വലിയ വലിയ സിനിമകൾ ചെയ്തിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ആ ഒരു ഫുൾ ജേണി നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും? ആൻഡ് ഇപ്പോൾ നിൽക്കുന്നൊരു ഇതിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളൊരു ഫീല്? ഇപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം മാജിക്കലും കുറേ പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കറക്റ്റ് സമയങ്ങളിൽ പല പല നല്ല പടം ചെയ്യാൻ പറ്റിയൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറയുകയാണെങ്കിൽ. അതിന് വേണ്ടിയിട്ട് മറ്റേ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ചാലഞ്ച് കൺസിസ്റ്റന്റ്ലി നല്ല പ്രൊഡക്റ്റ് ഇറക്കുക, പുതുമ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ചാലഞ്ച്. ഒരു ഭയങ്കര രസമുള്ളൊരു ടീമിനെ കൊണ്ടുപോയി ആ പുതുമയുള്ള സാധനങ്ങൾ ട്രാക്ക് ചെയ്ത് അതെടുത്ത് നിരന്തരമായി ഔട്ടിറക്കുക എന്നുള്ളത് ഒരു ചാലഞ്ചാണ്. അതേ ഉള്ളൂ, വേറെ ചാലഞ്ച് ഒന്നും ഇല്ല. ചെയ്തതിൽ ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ഏതായിരിക്കും? ഏത് ഫിലിം? ചെയ്തതിൽ എല്ലാം പേഴ്സണൽ ഫേവറേറ്റ്. അങ്ങനെ ഒരെണ്ണം പറഞ്ഞാൽ മറ്റേ അതൊക്കെ എന്നെ ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് ചെയ്തപ്പോൾ ഫണ്ണായിട്ടും ഭയങ്കര സൗഹൃദമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. രാവിലെ ബ്രഹ്മയുഗം ഭയങ്കര രസമായിരുന്നു ചെയ്യാൻ. എല്ലാ പടവും ഭയങ്കര രസം തന്നെ ഷൂട്ട് തൊട്ട് ചെയ്യുമ്പോൾ. റിസ്ക് എടുത്ത് ചെയ്തതായിരിക്കും, കുറച്ച് ടൈം എടുത്ത് റിസ്ക് എടുത്ത് ഒരു ഐഡിയ കിട്ടാൻ. ചിലതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ കൺവിൻസ് ചെയ്ത് അവരൊന്നും ഔട്ട് പോലും കാണാതെ ലാസ്റ്റ് മിനിറ്റ് കൊണ്ട് കാണിച്ചൊക്കെ പിടിച്ചിട്ടുണ്ട്. ബ്രഹ്മയുഗത്തിന്റെ എങ്ങനെയാ അത് മമ്മൂക്ക കണ്ട് ഇഷ്ടായി? മമ്മൂക്ക കണ്ട് ഇഷ്ടമായി എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കേൾക്കുമ്പോ ഭയങ്കര ഒരു സന്തോഷല്ലേ അല്ലേ? സന്തോഷമാണ് ഭയങ്കര. അത് ഫോട്ടോഷൂട്ട് ആയിരുന്നു. അത് നിങ്ങൾ തന്നെ ഡയറക്റ്റ് പോയി ഡയറക്റ്റ് പോയിട്ട് ചെയ്തു? അതെ, ഞാനും എന്റെ ടീംമേറ്റും കൂടെ ചെന്ന് അത് മമ്മൂക്കയുടെ അടുത്തുനിന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് അത് ഡയറക്ട് ചെയ്ത് ക്രിയേറ്റീവ് ഡയറക്ട് ചെയ്ത് ഫുൾ ലൈറ്റിംഗ് ഒക്കെ ഫോട്ടോഗ്രാഫർ ചെയ്ത് അത് തന്നെ ഷൂട്ട് ചെയ്ത് എടുക്കലാ പരിപാടി. ഒരു അഡ്വർടൈസ്മെന്റ് ഷൂട്ട് പോലെ തന്നെയാണ് പ്രൊമോ ഷൂട്ട് എന്ന് പറയുന്നത്. അത്രയും തന്നെ പ്രാധാന്യം ഉണ്ടത്. ഇതിന്റെ ഇപ്പൊ ഒരു ഫുൾ പ്രോസസ്സ്, പോസ്റ്റ് മേക്കിംഗ് ഫുൾ പ്രോസസ്സിൽ ഏത് സ്ഥലത്തെത്തുമ്പോഴായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ടാസ്ക് ആയി തോന്നുന്ന കാര്യം? ഇപ്പൊ ഐഡിയ കണ്ടുപിടിക്കുന്നതാണോ അതോ ഡിസൈനാണോ? ഞാൻ അതിൽ കാപ്പിപ്പൊടിയൊക്കെ വെച്ച് കോഫി പൗഡർ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഏത് പ്രോസസ്സായിരിക്കും ഏറ്റവും കൂടുതൽ കുറച്ചുകൂടെ ടാസ്ക് എടുത്ത് തോന്നുന്നത്? എനിക്ക് ഇതിന്റെ ഒരു പ്രീ പ്ലാനിങ് ആണ് എപ്പോഴും ഒരു ടാസ്ക്. അതാണ് ടാസ്ക് ആവേണ്ടത്. നമ്മളൊരു പരിപാടി ചെയ്ത് എടുത്തിട്ട് പിന്നീട് അതിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മളെ സംബന്ധിച്ച് അത് ലൈക്ക് ടൈം വേസ്റ്റ് തന്നെയാണ്. അതിന്റെ പ്രോസസ്സ് എളുപ്പമാക്കുക എന്നുള്ളതായിരിക്കണം നമ്മൾ പ്രീ പ്ലാനിങ് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു പടം പ്രീ പ്രൊഡക്ഷൻ നടത്തി ഈസിലി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് തീർക്കുക എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളിനി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇനി പോസ്റ്റിൽ നോക്കാമെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഫോട്ടോഷൂട്ടിൽ നമ്മൾ പല അസറ്റ്സ് എടുക്കാതെ വിടുകയും നമ്മൾ പിന്നെ നോക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രോസസ്സിൽ ഇരുന്ന് എഡിറ്റിങ്ങിൽ സമയം പോകുമ്പോൾ അത്രയും വീക്കാവുക പോസ്റ്റർ, നമ്മളും മെന്റലി വീക്കാവും, പുതുമയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ അത് പ്രീ പ്ലാൻഡ് ആണ്. ആ ഷൂട്ടിലെ ഫുൾ ഒരു 90% തീർക്കാൻ പറ്റിയ സുഖം. സോ ഞാൻ പറയുന്നത് ടാസ്ക് ആവേണ്ടത് ആദ്യത്തെ പാർട്ടാണ്, ടാസ്ക് ആവുന്നത് പക്ഷെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, ഇനി സിനിമയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോൾ എന്ന് മുതലാണ് ആ സിനിമ, ഇപ്പോൾ ഒന്നിലേറെ സിനിമകളിൽ അഭിനയിച്ച ആളാന്നുള്ളത്, ആ സിനിമ ആക്ടിങ് പഠിച്ചിട്ടുണ്ട്, കോഴ്സായിട്ട് പഠിച്ചതാണ്? കോഴ്സല്ല, ഞാനൊരു 12 കൊല്ലത്തോളം നാടകം പഠിച്ചിട്ടുണ്ട്. യോഗധർമ്മി എന്ന് പറഞ്ഞ നാടക ക്യാമ്പിൽ ഞാൻ സജീവമായിട്ട് നാടകം പ്രവർത്തിച്ച് നാടകം അഭിനയിച്ച ആ സമയത്ത് തന്നെ ആക്ടിങ് ഭയങ്കര ഇഷ്ടമായി. അഭിനയിക്കാനാണ് ഞാനൊരു 3ാം ക്ലാസ് തൊട്ട് അഭിനയിക്കാൻ പഠിക്കാൻ നോക്കുകയും ഇതിന്റെ ക്യാമ്പിനൊക്കെ അന്നൊന്നും അറിയില്ല.
ഒരു വെറുതെ പോവായിരുന്നു ഫ്രണ്ട്സിന്റെ ഒപ്പം ഒക്കെ കാണാനും ഇതൊക്കെ കേൾക്കാനും. അപ്പം ആ നാടകക്കളരിയിലെല്ലാം ഉണ്ടായിരുന്നു, കഥകളി തൊട്ട് നമ്മൾ പാട്ട് വരെ പഠിപ്പിക്കാം 5 ദിവസം ജനറലായിട്ട്. പിന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് പേരെ നാടകങ്ങളിലിടും. അപ്പൊ ഞാൻ നാടകം ചെയ്ത് പിന്നെ ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ജൂഡ് ആന്റണി ജോസഫ് എന്നൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് എനിക്ക് ക്യാമറയുടെ മുന്നിലേക്ക് അഭിനയിച്ചാൽ ഇങ്ങനെയാണ്, ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നുണ്ട്, ഇതൊരു പ്രത്യേക ഒരു മാജിക്കൽ ഫീലിംഗ് ആണെന്നൊക്കെ മനസ്സിലാവുന്ന അപ്പോഴാണ്. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ ഒരു 10ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെ സമയത്ത് റോഷൻ ആൻഡ്രൂ സാറിന്റെ സ്കൂൾ ബസ് എന്ന് പറഞ്ഞൊരു പടം അഭിനയിച്ചത്. അപ്പോഴാണ് പ്രോപ്പർ ഒരു ഫീച്ചർ ഫിലിമിൽ അഭിനയിക്കുന്നത്. പക്ഷെ ഈ നാടകത്തിൽ നിന്ന് സിനിമയ്ക്ക് വരുമ്പോഴേ കുറച്ചുകൂടെ എക്സ്പ്രഷനൊക്കെ കുറവ് അങ്ങനെയുള്ള സംഭവം. നാടകത്തിൽ നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്രഷൻ കൂടിയിട്ട് ഞാൻ ഇനീഷ്യൽ സമയത്തൊക്കെ ഞാൻ വിനീത് ശ്രീനിവാസൻ സാറിന്റെ ഒരു ഓഡിഷന് പോയിട്ടുണ്ട്, തട്ടത്ത് എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാടക ക്യാമ്പിൽ നിന്ന് 3 പേര് അതിന് പോയത്. അതിൽ 2 പേര് അതിൽ അഭിനയിച്ചേക്കുന്നത്. അതിൽ 3ാമനാണ് ഞാൻ. 2 പേര് ജയസൂര്യ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഞാൻ അന്ന് പോയപ്പോൾ ഞാൻ അഭിനയിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഇച്ചിരി കൂടിപ്പോയോ എന്നുള്ളത്. ഞാനത് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷെ എന്റെ അച്ഛൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കുറച്ചുകൂടെ അഭിനയം പഠിക്കാനുണ്ട് മോനെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഓക്കെ ഞാൻ ഇച്ചിരി ഓവർ ആക്ടിങ്. പക്ഷെ അത് നാടകത്തിന്റെ ഒരു മീറ്ററാണ്, ഞാനത് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടായിരുന്നു. പിന്നെയാണ് ഞാനത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നോക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഒക്കെ കുറച്ചെങ്കിലും. ഇപ്പം ഭയങ്കര ശ്രദ്ധിച്ച് പൊളിച്ചെന്നല്ല ഉദ്ദേശിക്കുന്നത്, ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെയോ. നല്ല ക്യാരക്ടർ ആയതുകൊണ്ടാണല്ലോ നാളെ ഇനിയിപ്പോ നാളെ വലിയ വലിയ സിനിമകളൊക്കെ ചെയ്ത് വലിയൊരു ആക്ടർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഇതായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ആക്ടർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എസ്തെറ്റിക് കുഞ്ഞമ്മയാണോ ആക്ടറാണോ ഏത് വേണം? അയ്യോ അത് ഞാൻ രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് മാക്സിമം ശ്രമിക്കുക. അത് അതിൻ്റെതായ ഒരു സോൾ ബോഡിയുള്ള ഒരു പ്രോപ്പർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് അത് റൺ ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ആക്ടർ ആവലും അതും രണ്ടും 2 പരിപാടി. എനിക്കൊരു ഫിലിമിന്റെ ഓവറോൾ പരിപാടിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ട്, മാർക്കറ്റിംഗിലൊക്കെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽ ഞാൻ ഭയങ്കര പാഷനറ്റ് ആണ്. അതേപോലെ തന്നെ അതിനേക്കാൾ പാഷനറ്റ് ആണ് അഭിനയിക്കാൻ. അപ്പോൾ ഒരെണ്ണം കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന് ചാടിക്കളയാൻ ഞാൻ ശ്രമിക്കില്ല. മാക്സിമം രണ്ടും ബാലൻസ് ആവും. അതിലൊരു അടിപൊളി ടീമുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് ദീപക്കും ബാക്കി പിള്ളേരും സതീഷ് ചെയ്തു അങ്ങനെയൊക്കെ എല്ലാവരും വൻ പൊളിയാണ്. എനിക്കത് പേടിക്കേണ്ട കാര്യമില്ല, അത് സുഖമായിട്ട് രണ്ടും കയറിപ്പോയിക്കോളും എന്ന് വിചാരിക്കുന്നു. എനിക്കറിയായിരുന്നു ഇതായിരിക്കും. ഓക്കെ, ഇനി അത് ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ സിനിമ ഇപ്പൊ ലിറ്റിൽ ഹാർട്ട്സ് വരുന്ന 3 ടൈപ്പ് ഓഫ് പ്രണയങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ അരുണിന്റെ ഒരു ചെറിയ പ്രണയമുണ്ട്, ഇടയിൽ കുഞ്ഞു പ്രണയം. അപ്പൊ ഈ ഒരു പ്രണയത്തില് ഇതിലിപ്പോ ഷൈൻ ടോം ചാക്കോയുടെ പ്രണയം, അത് ഒരു നമ്മളിപ്പോൾ സൊസൈറ്റിയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഇത് പറയുമ്പോൾ അത് നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാ ഓഡിയൻസും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമ. അപ്പോൾ ഇതൊരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി പെർട്ടിക്കുലർ ഓഡിയൻസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. ഇതെന്തായിരിക്കും ഇങ്ങനത്തെ ഒരു സംഭവം അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നോ നിങ്ങൾക്ക് ഫസ്റ്റ്? എനിക്കങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല, അവര് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അത് ബേസിക്കലി ഈ ക്വസ്റ്റ്യൻ ശരിക്കും കറക്റ്റ് പ്രൊഡക്ഷനും ഡയറക്ടേഴ്സിനുള്ള കോളാണ്. ഞാൻ ഇതില് അത്രയും അവെയർ ആയിട്ടല്ല അതൊന്നും ചെയ്തത്. ഞാൻ എന്റെ പരിപാടി മാക്സിമം ആരെങ്കിലും ഒക്കെ അതിന് ശേഷം എന്ന് പറയുന്നത് ഇപ്പോ ഇതൊരു സപ്പോർട്ടും കൂടിയാണ് അവർക്ക്, ഇങ്ങനെ ഒരു സിനിമയിൽ കൂടെ ഇങ്ങനത്തെ ഒരു കാര്യം സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ. അപ്പോ പറഞ്ഞിരുന്നോ ഇങ്ങനെ അതിനെ കുറിച്ച്, ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്ത് നന്നായിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ലൈക്ക് പോസ്റ്റിലാണെങ്കിലും സ്റ്റോറിയിലാണെങ്കിലും കാണുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഐ തിങ്ക് അത് പ്രൊഡക്ഷനിലും ലൈക്ക് സാൻഡ്ര ചേച്ചിക്കും അഭിചേട്ടനൊക്കെ ആയിരിക്കും കൂടുതലായി ഇൻഫർമേഷൻസ് വരും. ഇപ്പൊ നമ്മുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. നമ്മൾ ആസ് ഒരു ഓവറോൾ പടം കൊള്ളാം അല്ലെങ്കിൽ നിന്റെ പരിപാടി കൊള്ളാം എന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയാറുള്ളൂ. അപ്പം ഐ തിങ്ക് എനിക്ക് മൊത്തത്തിൽ കാണുന്ന റിവ്യൂസിലൊക്കെ സന്തോഷം തന്നെയാണ്. മൊത്തത്തിൽ ഭയങ്കര രസമായി. ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്തായിരിക്കും സിനിമ കണ്ട് ഇറങ്ങുന്നത്? മേഡം നീ മലയാളിയാണോ? ഏറ്റവും കൂടുതൽ ആൾക്കാർ മലയാളിയാണോ എന്നുള്ളൊരു ഞെട്ടലാണ് ചോദിക്കുന്നത്. പിന്നെ എങ്ങനെ പിടിച്ച് ശരിക്കും ഡബ് ചെയ്തതാണോ ഒന്ന് എനിക്ക് ഓർമ്മ. ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു പയ്യൻ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട്, ചെറിയ പയ്യൻ എന്നിട്ട് ഒന്ന് താഴ്ന്നേന്ന് പറയുന്നത് ഇങ്ങനെ ഭയങ്കര സ്വകാര്യം ലാസ്റ്റ് ഡയലോഗ് ഒന്ന് പറയുമോ. ഞാനിങ്ങനെ അവന്റെ ചെവിയിൽ തന്നെ ലാസ്റ്റ് ഡയലോഗ് പറഞ്ഞിട്ട് അത് പോയി. അതാണ് എനിക്ക് ആകെ ഓർമ്മയുള്ളത്. ആ 1-2 പേര് മലയാളിയാണോന്ന് വിശ്വസിക്കാൻ പറ്റാത്തതേ ഉള്ളൂ ആ ഒരു ഫാക്ടർ. ഇപ്പൊ നോർമലി സംസാരിക്കുന്നതിൽ അങ്ങനെ ആ രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ? ആ പറ്റുമായിരിക്കും. ഞാൻ അങ്ങനെ ഇപ്പം അതിൽ അത്രയും എഫേർട്ട് ഭയങ്കര പ്രശ്നമില്ല. ഇപ്പൊ സംസാരിക്കുന്നതിലൊക്കെ ഇപ്പൊ അത് കുറച്ച് ടഫാണ്. അത് ഞാൻ നോക്കി പോയി കഴിഞ്ഞാൽ താനും നോക്കും. അങ്ങനെ ആ ഒരു
പിടുത്തം പിടിച്ചാണ് സംസാരിക്കുന്ന ക്യാരക്ടർ. അപ്പൊ ഇപ്പൊ ചായ കുടിക്കാൻ എന്നാ പറഞ്ഞു, അപ്പൊ സെറ്റ് ചായ ചായ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, അത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, ചായ കുടിക്കാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു അത് ഭയങ്കര പുഷ് ചെയ്യേണ്ട ഒരു സാധനമായിട്ടാണ് പിടിച്ചേക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഹിന്ദി കേട്ടണല്ലോ അല്ല, ബേസിക്കലി അതിന്റെ ചാലഞ്ച് അതാണ്. ഹിന്ദി അറിയാവുന്ന ഒരാള് അത് ചെറുതായിട്ട് മറന്ന് ഫുള്ളി മലയാളം മറക്കണം, എന്നിട്ട് ഹിന്ദി ചെറുതായിട്ട് മറന്ന് മലയാളത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ്. മൊത്തത്തിൽ എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ഒരു ഹിന്ദി നോർമലി അറിയുന്ന ഇതായിരുന്നു. കുറച്ചറിയാം ഞാൻ, എനിക്ക് കുറച്ച് സംസാരിക്കാം. ഞാൻ ഇപ്പം തൊട്ട് മുന്നേ ഒരു ഹിന്ദി പടത്തിൽ അഭിനയിച്ചായിരുന്നു. അതെ, വിദ്യാബാലന്റെ ഒരു പടം, അത് ജസ്റ്റ് കേമാണ്. പക്ഷെ അതിലാണെങ്കിലും മൊത്തം ഞാൻ ഹിന്ദി അല്ല, കുറച്ച് ഇംഗ്ലീഷും ഹിന്ദി ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇതിൽ ഞാൻ പല സാധനങ്ങളിലും ഹിന്ദി ആലോചിച്ചിട്ട് അത് എഴുതിയിട്ട് അതിന്റെ പുറത്തു കൂടെ മലയാളം കേറ്റാനൊക്കെ ശ്രമിച്ചത്. അപ്പോ ഇനി എന്താണ് ഭാവി പരിപാടികൾ? ഇനിയിപ്പോ ഞാൻ അഭിനയിച്ചൊരു പടം ലവ്ലി എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അത് ഉടനെ ഇറങ്ങും. അത് മാത്യു തോമസ് ആണ് അതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ഞാനിപ്പോ മനു അശോകൻ സാറിന്റെ ഒരു വെബ് സീരീസിൽ അഭിനയിച്ചു, ഐസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇങ്ങനെ എസ്തിരി കുഞ്ഞുമേയുടെ പരിപാടികളുണ്ട്. അത് വിഘ്നേഷ് ശിവൻ സാറിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട് തമിഴിൽ, അമൽനീരജ് സാറിന്റെ ഒരു പരിപാടിയുണ്ട്, ബോഗിൻവില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടി. ബോഗൻവില്ലക്ക് എങ്ങനെയാണ് ഇപ്പോ പുള്ളി നേരിട്ട് അമൽനീരജ് വിളിക്കായിരുന്നു? എനിക്കിങ്ങനെ കുറച്ച് നാളായിട്ട് അമൽനീരജ് സാറിനെ അറിയാം പേഴ്സണലി, കുറച്ച് ഫ്രണ്ട്സ് കണക്ഷൻസ്, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മാവന, അപ്പം അങ്ങനെ അറിയാം. പക്ഷെ അതല്ലാതെ അതിന് മുന്നത്തെ പടം തൊട്ടൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്, ഭീഷ്മയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴൊന്നും വിളിച്ചിട്ടില്ല. ചിലപ്പോൾ ഇതിന് നമ്മുടെ വൈബ് കറക്റ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ടെസ്റ്റ് അടിച്ച് നോക്കാം. നമ്മൾ ആവേശം ചെയ്തപ്പോൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായി, ബ്രഹ്മയോഗമൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായി. അപ്പം ഞാൻ പിന്നീട് ഒരു ദിവസം അങ്ങോട്ട് ചോദിച്ചിങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ പറയണോട്ടാ, നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ. അപ്പം വന്നപ്പോഴത്തേക്കും നമ്മളെടുത്ത് ടെസ്റ്റ് ചെയ്യാൻ നോക്കി, ടെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്തപ്പോഴാണ് നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്തത് പണി. എങ്ങനെ അത് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പെർക്കാവുന്ന ഒരു സാധനമാണത്. ഏതാണ് ഈ ബോഗൻവില്ലേന്റെ സംഭവങ്ങളൊക്കെ ഇനി ഏറ്റവും നല്ല കോൺഫിഡന്റ് ആയിട്ടാണ് ഒപ്പം അതിലിരിക്കണേന്ന്? എനിക്കറിയില്ല, നല്ല ഗുഡ് പ്രൊഡക്റ്റ് ആയിരിക്കും ഞങ്ങള്. അതാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത്. ഒരു സാധനം മോശമായിട്ട് വരണമെന്ന് വിചാരിച്ച് ചെയ്യില്ല, അത് അടിപൊളിയാക്കാൻ തന്നെ മാക്സിമം ശ്രമിക്കുക. ഭാഗ്യം പോലെ ഇരിക്കും, ബാക്കിയല്ല. ഓക്കെ, അപ്പോ ഇനിയും നല്ല ഇത്രയും നേരം എന്നോട് സംസാരിച്ചില്ല, വളരെ നന്ദി. ഇനിയും ഇപ്പോ എസ്തെറ്റിക് കുഞ്ഞുമ്പോൾ ഭയങ്കര ഉയരങ്ങളിലെത്തിയിട്ടായാലും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ ഇനി ചിരിപ്പിച്ചിട്ടായാലും ചിന്തിപ്പിച്ചിട്ടായാലും വീണ്ടും നമുക്ക് ഇനിയും കാണാൻ സാധിക്കട്ടെ എന്ന് നല്ല നല്ല വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.